Hi students, welcome to Competitive Cracker. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വട്ടത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ, പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് അവാർഡ്സിനെ പറ്റി നമുക്ക് നോക്കാം, പിന്നെ കുറച്ച് ഇന്ത്യ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. See the first one. Okay, 96th അക്കാഡമി അവാർഡ്സ്. അപ്പൊ വീണ്ടും ഓസ്കാർ അവാർഡ്സ് പ്രഖ്യാപിച്ചു അല്ലെ. അപ്പൊ 96th അക്കാഡമി അവാർഡ്സ്, കോമൺലി നോൺ as വാട്ട്, ഓസ്കാർ അവാർഡ്. ഇതിന്ന് ആദ്യം കൊടുക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് അവാർഡഡ് ഇൻ 1929. അപ്പൊ ദ ഫസ്റ്റ് അക്കാഡമി അവാർഡ് എന്നാ കൊടുത്ത് 1929. അടുത്ത ദ സെക്കൻഡ് സെറിമണി വാസ് ഇൻ 1930. അത് ഉറപ്പാണ്. വാസ് ദ ഫസ്റ്റ് വൺ ബ്രോഡ്കാസ്റ്റഡ് ബൈ റേഡിയോ. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ in 1953 ceremony was the first time it was televised. ടെലിവിഷനിൽ കാണിച്ചത് ആദ്യമായിട്ട് ഇവിടെ 1953. അപ്പൊ ആദ്യം തന്നെ എന്താ ഒരു അവാർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 96th അക്കാഡമി അവാർഡ്സ്, കോമൺലി നോൺ as ഓസ്കാർ അവാർഡ്, ഫസ്റ്റ് awarded in 1929. The second ceremony in 1930 was the first one broadcasted by radio. അടുത്ത ഈ 1953 ceremony was first time televised. ക്ലിയർ? ഇതാണ് സംതിങ് റിഗാർഡിങ് GK ആയിട്ട് വേണമെങ്കിൽ പറയാം. അടുത്ത എന്താ, ഓപ്പൻഹൈമർ. വളരെ ഫേമസ് ഒരു പടമായിരുന്നു. ഏറ്റവും കൂടുതൽ അവാർഡ് ഇപ്പൊ ഓപ്പൻഹൈമറിനാണ് കിട്ടിയത്. ഓപ്പൻഹൈമർ ഗോട്ട് 7 ഓസ്കാർസ് ആഫ്റ്റർ ബീങ് നോമിനേറ്റഡ് ഇൻ ഹൗ മെനി കാറ്റഗറീസ്? 13 കാറ്റഗറീസ്. അപ്പൊ എത്ര കാറ്റഗറീസിൽ നോമിനേഷൻ കിട്ടിയായിരുന്നു? 13. അതിൽ എത്ര എണ്ണം ഓപ്പൻഹൈമറിന് കിട്ടി? 7 ഓസ്കാർസ് കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ബെസ്റ്റ് പിക്ചർ, അതിന് ആർക്കാ കിട്ടിയ? ഓപ്പൻഹൈമർ. അപ്പൊ ബെസ്റ്റ് പിക്ചർ ഓപ്പൻഹൈമർ. ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ. ഏത് പടത്തിനാണ്? എഗെയിൻ ഓപ്പൻഹൈമർ. ബെസ്റ്റ് ആക്ടർ സിലിയൻ മർഫി. എഗെയിൻ പടം ഏതാ? ഓപ്പൻഹൈമർ. അപ്പൊ ബെസ്റ്റ് പിക്ചർ ഈസ് ഓപ്പൻഹൈമർ. ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ, ഫിലിം ഓപ്പൻഹൈമർ. ബെസ്റ്റ് ആക്ടർ സിലിയൻ മർഫി, എഗെയിൻ ഓപ്പൻഹൈമർ. അപ്പൊ തന്നെ 3 ആയി അല്ലേ. അടുത്ത ബെസ്റ്റ് ആക്ട്രസ് എമ സ്റ്റോൺ. ഫോർ വിച്ച് ഫിലിം? പൂവർ തിങ്സ്. അപ്പൊ ബെസ്റ്റ് ആക്ട്രസ് ഗോസ് ടു എമ സ്റ്റോൺ. അടുത്ത ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ റോബർട്ട് ഡൗനി ജൂനിയർ. എഗെയിൻ സിനിമയുടെ പേരെന്താ? ഓപ്പൻഹൈമർ. അപ്പൊ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ റോബർട്ട് ഡൗനി ജൂനിയർ, എഗെയിൻ ഫിലിം ഈസ് ഓപ്പൻഹൈമർ. അടുത്ത ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഡാവൈൻ ജോ റെൻഡോൾഫ്. പടം ഏതാ? ദി ഹോൾഡോവേഴ്സ്. അപ്പൊ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഇസ് ഡാവൈൻ ജോയ് റെൻഡോൾഫ് ഫോർ ദ ഫിലിം ദി ഹോൾഡോവേഴ്സ്. അപ്പൊ നോക്കി, മിനിമം നമ്മൾ ഇതെങ്കിലും പഠിച്ചിരിക്കണം ഓസ്കാറിൽ. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ആദ്യം പഠിച്ചത്. അപ്പൊ മെജോറിറ്റി ഇതിൽ ഏതാ കിടക്കുന്നത്? ഓപ്പൻഹൈമർ അല്ലെ. പിക്ചർ, ഡയറക്ടർ, ആക്ടർ, സപ്പോർട്ടിംഗ് ആക്ടർ എല്ലാം ഓപ്പൻഹൈമറിനാണ് കിട്ടിയത്. ബെസ്റ്റ് ആക്ട്രസ് വേറെ ഫിലിമാണ്, പൂവർ തിങ്സ്. ആർക്കാ കിട്ടിയത്? എമ സ്റ്റോൺ. പിന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഓൾസോ ദ ഹോൾഡ് ഓവേഴ്സ് ആണ് പടം. ആർക്കാ കിട്ടിയത്? ദ വൈൻ ജോയ് റെൻഡോൾ. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. ഇതിപ്പോ സ്ഥിരമായിട്ട് എക്സാമിൽ ചോദിക്കുന്നുണ്ട്. ബെസ്റ്റ് അനിമേറ്റഡ് മൂവീസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദ ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം ദ ബോയ് ആൻഡ് ദി ഹീറോൺ. ദ ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം ദ ബോയ് ആൻഡ് ദി ഹീറോൺ. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അത് എവിടത്തെയാണ്? UK. അടുത്ത ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ. ഇത് ചിലപ്പോൾ ഓർത്ത് വെച്ചോണേ. സംതിങ് റിഗാർഡിങ് 20 ഡേയ്സ് ഇൻ മാരൂപോൾ, സംവെയർ ഇൻ യുക്രൈൻ. ആ സ്ഥലം എങ്ങനെയാണ്? ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഈസ് 20 ഡേയ്സ് ഇൻ മാരൂപോൾ. അടുത്ത ബെസ്റ്റ് ഒറിജിനൽ സ്കോർ ഓപ്പൻഹൈമർ. പിന്നെ വന്നു ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് ഓപ്പൻഹൈമർ. ബെസ്റ്റ് ഒറിജിനൽ സോങ് വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ഏതാ പടം? ബാർബി. ദീസ് ആർ സം ഡീറ്റെയിൽസ് റിഗാർഡിങ് അക്കാഡമി അവാർഡ്സ് അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ്. 96th ആയിരുന്നു. എന്നാ തുടങ്ങിയ? 1929 തുടങ്ങിയ. ആദ്യമായിട്ട് റേഡിയോയിൽ എന്നാ വന്നത്? 1930. ടെലിവൈസ് എന്നാ ചെയ്തത്? 1953. അപ്പൊ ഇത് നോക്കിയാൽ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചോടെ. ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം ദ ബോയ് ആൻഡ് ദി ഹീറോൺ. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം UK.
Best documentary feature, 20 Days in Mariupol. Best original score, Oppenheimer. Best film editing, Oppenheimer. Best original song, What Was I Made For? Film ഏതാ? Bark. ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. ഇനി അടുത്ത നോക്കാം നമുക്ക്. ഇതാ, നിങ്ങൾ കേട്ട് കാണും, സഡൻലി ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിക്കത്ത് കൊടുത്തു. ആർക്കാ കൊടുത്ത്? പ്രസിഡന്റ്. അപ്പൊ അത് കാരണം 2 വേക്കൻസീസ് വന്നു. അപ്പൊ അത് റിലേറ്റഡ് ആണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ബിക്കോസ് ഓൾറെഡി ലോക്സഭ ഇലക്ഷനും വന്നല്ലോ. അപ്പൊ ജ്ഞാനേഷ് കുമാർ ആൻഡ് സുഖ്ബീർ സിംഗ് സന്ധു അപ്പോയിന്റഡ് as ന്യൂ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ പ്രസിഡന്റ് ഈ 2 പേരെ അപ്പോയിന്റ് ചെയ്ത് കാണും. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലേ, അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജ്ഞാനേഷ് കുമാർ ആൻഡ് സുഖ്ബീർ സിംഗ് സന്ധു അപ്പോയിന്റഡ് as the new ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ നോക്കി എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ഡിഗ്രി ലെവലിൽ. The Election Commission of India is a constitutional body to conduct and regulate elections in the country. The Election Commission of India is a constitutional body to conduct and regulate elections in the country. ആർട്ടിക്കിൾ ഇത് 324 ആണ്. ആർട്ടിക്കിൾ 324 to 329 deals with Election Commission of India. അപ്പോൾ ആർട്ടിക്കിൾ 324 to 329. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതൊക്കെ ഇലക്ഷൻസ് ആണ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത്? ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, വൈസ് പ്രസിഡൻസ് ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻസ് ആർ കണ്ടക്ടഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ 5 മെയിൻ ഇലക്ഷൻസ് അല്ലേ കണ്ടക്ട് ചെയ്യുന്നത്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, വൈസ് പ്രസിഡൻസ് ഇലക്ഷൻ, ലോക്സഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻസ്. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻസ് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഓരോ സ്റ്റേറ്റിന്റെ പഞ്ചായത്ത് ഇലക്ഷൻസ് ആരാ കണ്ടക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാർട്ടിങ് ഓഫ് സംതിങ് റിഗാർഡിംഗ് ഇലക്ഷൻ കമ്മീഷൻ. ഒന്ന് നോക്കിയേ, പുതിയ പേരുകൾ അല്ലേ. ജ്ഞാനേഷ് കുമാർ ആൻഡ് സുഖ്ബീർ സിംഗ് എന്ത് ബോഡിയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇവരെന്തായിട്ട് അപ്പോയിന്റ് ചെയ്ത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത്. ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്? 324 to 329. ഇലക്ഷൻ കമ്മീഷൻ ഏതൊക്കെ ഇലക്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, പിന്നെ അസംബ്ലി. അപ്പൊ സ്റ്റേറ്റിന്റെ പഞ്ചായത്ത് ഇലക്ഷൻസ് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കണേ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഡിഗ്രി ലെവൽ എങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അതപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പേജിൽ പോകാൻ നോക്കിയേ. ഇതെന്നാ ഫോം ചെയ്ത്? ഇറ്റ് വാസ് ഫോംഡ് ഓൺ 25 January 1950. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ വാസ് ഫോംഡ് ഓൺ 25 January 1950. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇറ്റ് ഹാഡ് ഓൺലി 1 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ 3 പേരുണ്ട് അല്ലേ. 1 EC, 1 CEC ഉണ്ട്, 2 EC ഉണ്ട് ഇപ്പോ. അപ്പൊ ഒറിജിനലി ഇറ്റ് ഹാഡ് 1 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ എന്താ മാറ്റം കൊണ്ടുവന്നത്? ദി ഇലക്ഷൻ കമ്മീഷണർ അമെൻഡ്മെന്റ് ആക്ട് 1989 was adopted on 1st January 1990, which turned the commission into a multi-member body. അപ്പൊ അതുവരെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ 3 പേരുണ്ട്. അപ്പൊ now we have 1 chief election commissioner and 2 election commissioners. Okay, one we have എന്താ പറയുക, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഓക്കെ, ഫൈൻ. അടുത്തത്, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് വിൽ ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് അപ്പോൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി. അത് കഴിഞ്ഞ വർഷം വന്നതേ ഉള്ളൂ ഈ സെലക്ഷൻ കമ്മിറ്റി. അപ്പൊ എന്തായാലും ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അതിൽ സംശയമൊന്നുമില്ല അല്ലെ. ബട്ട് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ പേര് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് എന്തായാലും പഠിച്ചേ പറ്റൂ. ദ സെലക്ഷൻ കമ്മിറ്റി വിൽ കൺസിസ്റ്റ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആൻഡ് ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ദി ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ഇൻ ലോക്സഭ. അപ്പൊ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ ഓഫ് ദി ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ഉണ്ട്. അത് ഏതായിരിക്കും? ലോക്സഭയിൽ മോസ്റ്റ്ലി കോൺഗ്രസ് ആയിരിക്കും. ഇവരാണ് പേരുകൾ ആർക്ക് കൊടുക്കുന്നത്? പ്രസിഡന്റ് കൊടുക്കുന്നത്. പ്രസിഡന്റ് പിന്നെ എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രോസസ് റിഗാർഡിംഗ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ എന്നാ ഫോം ചെയ്ത്? 1950. ഇനീഷ്യലി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 1989 ഇലക്ഷൻ കമ്മീഷൻ അമെൻഡ്മെന്റ് ആക്ട് കാരണം മൾട്ടി മെമ്പർ ബോഡിയായി. ക്ലിയർ അല്ലേ? ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? അപ്പോയിന്റ് എന്തായാലും പ്രസിഡന്റ് ചെയ്യുന്നത്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് നോക്കി വെച്ചോണേ. പ്രൈം മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ,
and leader of the opposition of the largest opposition party in Lok Sabha. Okay, ഒന്ന് വായിച്ചേ, very very important. Recommendations of the selection committee will be valid even when there is vacancy in the committee. അപ്പൊ recommendation still valid ആയിരിക്കും even if there is a vacancy in the committee. ഇനി കാലാവധി എത്ര വർഷത്തേക്ക്? The chief election commissioner or election commissioners shall hold office for a term of 6 years or up to the age of 65 years, whichever is earlier. അപ്പൊ കാലാവധി എത്രയാ? ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 ആവുന്നവരെ. അപ്പൊ ഏതാണോ ആദ്യം വരുന്നത്? അപ്പൊ ഞാൻ 64-ാമത്തെ വയസ്സിൽ ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ ആയാൽ എനിക്ക് 1 വർഷമേ ഉള്ളൂ. ഞാൻ 58-ാമത്തെ വയസ്സിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷണർ ആയാൽ എനിക്ക് 6 വർഷം വരെ കിട്ടും. അപ്പൊ 64 റിട്ടയർ ആയാൽ മതി. അപ്പൊ ഏതാണോ ആദ്യം വരുന്നത്? അപ്പൊ ഒന്നെങ്കിൽ 6 years അല്ലെങ്കിൽ അപ് ടു ദ ഏജ് ഓഫ് 65 years, whichever is earlier. ഇനി ഇവരെങ്ങനെ റിമൂവ് ചെയ്യുന്നത്? The chief election commissioner can be removed from office only through a process of removal similar to that of a Supreme Court judge by the parliament. എങ്ങനെയാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്? ആ രീതിയിൽ മാത്രമേ ഓർത്ത് വെക്കണേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? അപ്പൊ എങ്ങനെയാണ്? It requires a resolution passed by Parliament of India with a 2/3 majority in both Lok Sabha and Rajya Sabha. എന്ത് ഗ്രൗണ്ടിലാണ് പുറത്താക്കുന്നത്? On the grounds of proved misbehavior or incapacity. അപ്പൊ it requires a resolution passed by the Parliament of India with a 2/3 majority in both Lok Sabha and Rajya Sabha on the grounds of proved misbehavior or incapacity. ഇങ്ങനെയാണ് അവർ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആര്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അല്ല. അത് ഞാൻ അടുത്ത പേര് പറഞ്ഞുതരേ. അപ്പൊ നോക്കിയേ, എങ്ങനെയാണ് കാലാവധി? ഒന്നെങ്കിൽ 6 years അല്ലെങ്കിൽ അപ് ടു ദ ഏജ് ഓഫ് 65 years. എങ്ങനെയാണ് പുറത്താക്കുന്നത്? സെയിം അറ്റ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് സുപ്രീം കോടതി ജഡ്ജ്. 2/3 മെജോറിറ്റി വേണം, റെസൊല്യൂഷൻ പാസ്സാവണം, 2 ഹൗസിൽ നിന്നും പാസ്സാക്കണം. എന്ത് കാരണം പറഞ്ഞിട്ട് പുറത്താക്കാൻ പറ്റത്തുള്ളൂ? പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഓക്കെ, ഫൈൻ. ഇനി എന്താ ഉള്ളത് ഇപ്പോൾ അടുത്ത്? അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ സീസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ. ബട്ട് ഇഫ് യു വാണ്ട് ടു റിമൂവ് ദ ഇസിസ്, ഇലക്ഷൻ കമ്മീഷണേഴ്സ്, സുഖമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ബട്ട് അത് പ്രസിഡന്റ് ബൈൻഡിങ് അല്ല കേട്ടോ. വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാതിരിക്കാം. അപ്പൊ അതർ ഇസിസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി സിഇസി. ക്ലിയർ? എന്താണ് ഇപ്പൊ ശരിക്കും വർക്ക്? ഇലക്ഷൻ കമ്മീഷൻ എന്തായാലും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, റോൾ ഉണ്ടാക്കുന്നുണ്ട്, ഇലക്ടോറൽ റോൾസ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ റിസോൾവ്സ് ദ ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു സ്പ്ലിറ്റ്സ് ഓർ മെർജേഴ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അവർക്ക് സിമ്പിൾ കൊടുക്കുന്നത്, ഇലക്ഷൻ നടത്തുന്നത് എല്ലാം ആരാ ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ റിസോൾവ്സ് ദ ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു സ്പ്ലിറ്റ്സ് ഓർ മെർജേഴ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പൊ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഇപ്പൊ ആരാ? രാജീവ് കുമാർ. അപ്പൊ ഇപ്പൊ 3 പേരും ഉണ്ടല്ലേ. ജ്ഞാനേഷ് കുമാറും ഉണ്ട്, സന്ധു ഉണ്ട്, ഇപ്പൊ രാജീവ് കുമാർ ഇസ് ദി കറന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പൊ എന്തായാലും 3 ആൾക്കാരുടെ ആവശ്യം വരും. ബിക്കോസ് ഇന്ത്യ മുഴുവനും ഇലക്ഷൻ വരാൻ പോവല്ലേ, ലോക്സഭ ഇലക്ഷൻ. അപ്പൊ ഇവരുടെ ആവശ്യങ്ങൾ എന്തായാലും വരും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചോണേ, ആരൊക്കെയാണ്, എങ്ങനെയാണ് പ്രോസസ്, ഏതൊക്കെ ആർട്ടിക്കിൾ ആണ്, എന്താണ് സെലക്ഷൻ കമ്മിറ്റി, അതിൽ ആരൊക്കെയുണ്ട്, കാലാവധി എത്രയാണ്, ഇനി എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, ഇൻകപ്പാസിറ്റി, അതിന് എത്ര വേണം, അത് ഇസിസിനെ ആണെങ്കിൽ എങ്ങനെയാണ് പ്രൊസീജിയർ, ആരാണ് ആദ്യത്തത്, അതാണ് ഇപ്പോഴത്തെ. ഓക്കെ, ദീസ് ആർ സം ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഫൈൻ. അപ്പൊ 2 ടോപ്പിക് അല്ലേ. ഓസ്കാർ അവാർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇപ്പതാ പുതിയ 2 അപ്പോയിന്റ്മെന്റ്സ് വന്നു ഇലക്ഷൻ കമ്മീഷണറിൽ, അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. എന്താണ്? ഒരു ഫണ്ടാണ്, അതിലൊരു ബാങ്കും ഉണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് അലോക്കേറ്റ്സ് 6,212 crore ഫോർ സ്ട്രെങ്തനിങ് RRB എന്ന് വെച്ചാൽ റീജിയണൽ റൂറൽ ബാങ്ക്സ്. നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് പോലെ കുറെ ബാങ്ക്സ് ഉണ്ട്. അപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റ് അലോക്കേറ്റ്സ് 6,212 crore ഫോർ സ്ട്രെങ്തനിങ് ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇതെന്തിനു വേണ്ടിയാ കൊടുത്തത്? ഇറ്റ് വാസ് ഡൺ ആസ് എ പാർട്ട് ഓഫ് റീക്യാപിറ്റലൈസേഷൻ സ്കീം. അപ്പൊ വീണ്ടും ക്യാപിറ്റൽ, കാശ് കൊടുക്കുന്നു ബാങ്കിന്.
അതിനു വേണ്ടിയാണ് സംഭവം. അപ്പൊ ടോപ്പിക് എന്താ? റീജിയണൽ റൂറൽ ബാങ്ക് എത്ര ഫണ്ട് കൊടുത്തു? 6,212 crore. എന്തിനു വേണ്ടിയാണ്? ആസ് എ പാർട്ട് ഓഫ് റീക്യാപിറ്റലൈസേഷൻ സ്കീം. അപ്പൊ എന്ന് RRB വന്നത്? RRB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2nd October 1975. അപ്പൊ അന്നാരാ പ്രൈം മിനിസ്റ്റർ? ഇന്ദിരാഗാന്ധി. അപ്പൊ എന്തിനു വേണ്ടിയ? എയിം വാസ് ടു ഡെവലപ്പ് റൂറൽ എക്കണോമി. അന്ന് റൂറലിലൊക്കെ ബാങ്ക്സ് ഇല്ലല്ലോ, കുറവല്ലേ. അപ്പൊ റൂറൽ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കെയിം വിത്ത് റീജിയണൽ റൂറൽ ബാങ്ക്. അപ്പൊ വലിയൊരു ബാങ്ക് സഹായിക്കാതെ RRB കൊണ്ടുവരാൻ പറ്റൂ? ഇല്ല. അപ്പൊ സിൻഡിക്കേറ്റ് ബാങ്ക് വാസ് ദ ഫസ്റ്റ് ബാങ്ക് ടു കം വിത്ത് RRB. അപ്പൊ ആദ്യമായിട്ട് ഏത് ബാങ്ക് RRB കൊണ്ടുവന്നത്? സിൻഡിക്കേറ്റ് ബാങ്ക് വാസ് ദ ഫസ്റ്റ് ബാങ്ക് ടു കം വിത്ത് RRB. ഇത് എവിടെയാ സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ മൊറാദാബാദ്. അത് എവിടെയാണ്? ഉത്തർപ്രദേശ്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ മൊറാദാബാദ്, ദാറ്റ് ഈസ് ഇൻ ഉത്തർപ്രദേശ്. അപ്പൊ ഫസ്റ്റ് ഗ്രാമീൺ ബാങ്കിന്റെ പേരെന്താ? ആ ഫസ്റ്റ് എന്നുള്ള പേര് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നെയിം ഓഫ് ദ ഫസ്റ്റ് RRB വാസ് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. അപ്പൊ നെയിം ഓഫ് ദ ഫസ്റ്റ് RRB വാസ് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. പ്ലീസ് റീഡ് സംതിങ് റിഗാർഡിംഗ് റീജിയണൽ റൂറൽ ബാങ്ക്. ഫണ്ട് എത്രയാ? 6,200. എന്നാ വന്ന് 1975. ഏത് ബാങ്കാ സഹായിച്ച്? സിൻഡിക്കേറ്റ് ബാങ്ക്. ആദ്യത്തെ RRB എവിടെയാ വന്നത്? മൊറാദാബാദ്. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RRB എവിടെയാണെന്ന് ചോദിച്ചാലും ആൻസർ എന്തായിരിക്കും? മൊറാദാബാദ് അല്ലെ. ഫസ്റ്റ് RRB ബാങ്കിന്റെ പേരെന്താ? പ്രഥമ ഗ്രാമീൺ ബാങ്ക്. ഫസ്റ്റ് RRB ബാങ്കിന്റെ പേരാണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. ഒന്ന് വായിച്ച് ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാറുണ്ട്. സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പേജിലോട്ട് പോവാം. RRB ഒരു കമ്മിറ്റി പറഞ്ഞിട്ടാണ് സെറ്റപ്പ് ചെയ്തത്. അപ്പൊ RRB വാസ് സെറ്റപ്പ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹൻ കമ്മിറ്റി. അപ്പൊ വിച്ച് കമ്മിറ്റി സജസ്റ്റഡ് ഫോർ RRB? നരസിംഹൻ കമ്മിറ്റി. അടുത്ത, ദി ഏരിയാസ് ഓഫ് RRB is limited to a few districts in a state. എല്ലാ ജില്ലയിലും RRB ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ക്ലിയർ? ഇനി റൂറൽ എക്കണോമിയിൽ നാട്ടുകാർക്ക് കാശ് കൊടുക്കണമെങ്കിൽ ആദ്യം RRB കാര്യങ്ങളിൽ കാശ് കൊടുക്കണ്ടേ. അപ്പൊ ഫണ്ടിങ് പാറ്റേൺ ഓഫ് RRB, 50% ഫണ്ട് വിൽ ബി ഗിവൺ ബൈ സെൻട്രൽ ഗവൺമെന്റ്. ശരി, 15% ഫണ്ട് വിൽ ബി ഗിവൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ റിമൈനിങ് 35% RRB കാരാ ഫണ്ട് കൊടുക്കുന്നത്? സ്പോൺസർ ബാങ്ക്. അപ്പൊ പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക് ആരായിരിക്കും? സിൻഡിക്കേറ്റ് ബാങ്ക്. കണ്ടോ, ഇപ്പൊ നമ്മുടെ എന്താ പറയുക, കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക് ആരായിരിക്കും? അതാണ് കാനറ ബാങ്ക്. അപ്പൊ 50% ഫണ്ട് വിൽ ബി ഗിവൺ ബൈ സെൻട്രൽ ഗവൺമെന്റ്, 15% ഫണ്ട് വിൽ ബി ഗിവൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്, 35% വിൽ ബി ഗിവൺ ബൈ സ്പോൺസർ ബാങ്ക്. റൂറൽ ബാങ്ക്സ് ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് RRB എക്സെപ്റ്റ് സിക്കിം ആൻഡ് ഗോവ. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റിൽ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇല്ലാന്ന് കണ്ടാൽ ഓർത്തോണം. ഒന്ന്, ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, അതേതാ? സിക്കിം. പിന്നെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ്, അതേതാ? ഗോവ. അവിടെ മാത്രം RRB ഇല്ല. അപ്പൊ ആരാ RRB റെഗുലേറ്റ് ചെയ്യുന്നത്? പണ്ട് RBI ആയിരുന്നു കേട്ടോ. ബട്ട് ഇപ്പൊ ആരാ? NABARD is a regulator of regional rural banks in India. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അവരാണ് RRB റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ദീസ് ആർ സം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റിഗാർഡിംഗ് RRB. ഏത് കമ്മിറ്റി പറഞ്ഞിട്ടാ വന്നത്? നരസിംഹൻ കമ്മിറ്റി. എങ്ങനെയാണ് ഫണ്ടിങ് പാറ്റേൺ? 50% സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും, 15% സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കും, 35% സ്പോൺസർ ബാങ്ക് കൊടുക്കും. എല്ലാ സ്റ്റേറ്റിലും RRB ഉണ്ടോ? ഇല്ല. സിക്കിമിലും ഗോവയിലും ഇല്ല. ഇതാരാ റെഗുലേറ്റ് ചെയ്യുന്ന? NABARD. അപ്പൊ സംതിങ് റിഗാർഡിംഗ് ബാങ്കിങ് അല്ലെങ്കിൽ എക്കണോമിക്സ് നമ്മൾ എന്ത് പഠിച്ചു? RRB ഫണ്ടും പഠിച്ചു. ക്ലിയർ? എത്ര കൊടുത്തു? സംതിങ് ക്രോർ കൊടുത്തു എന്ന് പറഞ്ഞ് പഠിച്ചു. പിന്നെ ഇലക്ഷനെ പറ്റി, ഇലക്ഷൻ കമ്മീഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ അവാർഡ്സ് പഠിച്ചു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് ചോദ്യം? മിഷൻ ദിവ്യാസ്ത്ര. ഇടയ്ക്ക് ഒരു മിസൈലൊക്കെ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തായിരുന്നേ, DRDO. അതിനെപ്പറ്റി ഒരു ചോദ്യമാണ്. എന്താണ് മിഷൻ ദിവ്യാസ്ത്ര? അപ്പൊ ഇന്ത്യ സക്സസ്ഫുള്ളി കണ്ടക്ടഡ് ദ ഫസ്റ്റ് flight test of indigenously developed test of Agni 5 missile with multiple independently targetable re-entry vehicle. അതാണ് MIRV. അപ്പൊ ഇന്ത്യ സക്സസ്ഫുള്ളി കണ്ടക്ടഡ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ടെസ്റ്റ് of indigenously developed test of Agni 5 missile with multiple independently targeted re-entry vehicle, MIRV.
അപ്പൊ MIRV ടെക്നോളജി അലൗസ് എ സിംഗിൾ മിസൈൽ ടു ഡിപ്ലോയ് മൾട്ടിപ്പിൾ വാർഹെഡ്സ് അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻസ്. അപ്പൊ ഒരു മിസൈൽ തന്നെ മൾട്ടിപ്പിൾ വാർഹെഡ്സ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതാണ് MIRV ടെക്നോളജി. അത് ഏത് മിസൈലിലെ ടെസ്റ്റ് ഫയർ ചെയ്ത്? അഗ്നി 5 ആണ് ടെസ്റ്റ് ഫയർ ചെയ്തത്. അഗ്നി 5 എന്താണ്? ഇറ്റ് ഈസ് എൻ ICBM മിസൈൽ എന്ന് വെച്ചാൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇതാരാ ഡെവലപ്പ് ചെയ്ത്? DRDO. റേഞ്ച് എത്രയാണ് അഗ്നി 5യുടെ? 5000+ കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും ആരെ ടാർഗറ്റ് ചെയ്യുന്നത്? നമ്മുടെ അയൽവാസിയായ ചൈനയിലല്ലേ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. ഇതാണ് മിഷൻ ദിവ്യാസ്ത്ര. ഏത് മിസൈലാണ്? അഗ്നി 5. ഏത് ടെക്നോളജിയാണ്? MIRV. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. എന്താ ചെയ്യുന്നത്? എ സിംഗിൾ മിസൈൽ ടു ഡിപ്ലോയ് മൾട്ടിപ്പിൾ വാർഹെഡ്സ് അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻസ്. എന്ത് മിസൈലാണ്? ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അല്ലെ അഗ്നി. സർഫേസ് ടു സർഫേസ് മിസൈലാണ്. ആരെ ഡെവലപ്പ് ചെയ്ത്? DRDO. റേഞ്ച് എത്രയാ? 5000 കിലോമീറ്റർ. ഇനി ഇത് എത്ര കിലോഗ്രാം വരെ കൊണ്ടുപോകാൻ പറ്റും? ഇറ്റ് ക്യാൻ ക്യാരി എ വാർഹെഡ് about 1500 kg. 1500 kg വാർഹെഡ് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ അഗ്നി 5 MRV ടെക്നോളജി is primarily at countering core challenges of which country? China. ചൈനയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. The missile can be launched from land or from sea from a submarine. അതാണല്ലോ സർഫേസ് ടു സർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ these missiles can be launched from land or from sea from a submarine. അപ്പൊ ഇന്ത്യ എല്ലാവരുടെ കയ്യിലും MIRV ടെക്നോളജി ഉണ്ടോ? ഇല്ല. ഇന്ത്യ is the 6th country after US, Russia, China, France and UK to possess MIRV equipped missiles. അതിന്റെ അർത്ഥം എന്താ? ഏതൊക്കെ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് യുണൈറ്റഡ് നേഷനിൽ? 5 പേര്. ആരൊക്കെയാ? US, റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് UK. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ കയ്യിലാണ് ഈ ടെക്നോളജി ഉള്ളത്. ക്ലിയർ? ദി അഗ്നി സീരീസ് ഓഫ് മിസൈൽസ് വിച്ച് ഇൻക്ലൂഡ് അഗ്നി 1 to അഗ്നി 5. നമ്മളിപ്പോ അഗ്നി 6 നോക്കുന്നുണ്ട്. ഇപ്പൊ സീരീസിൽ ഏതൊക്കെയുണ്ട്? അഗ്നി 1 to അഗ്നി 5 മിസൈൽസ് ഉണ്ട്. അതിലേതാ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത് MIRV ടെക്നോളജി? അഗ്നി 5 ആണ്. എന്തുകൊണ്ടാ? റേഞ്ച് കൂടുതലാണ്. പിന്നെ 1500 കിലോ വാർഹെഡ് വരെ കൊണ്ടുപോകാൻ പറ്റും. ക്ലിയർ? അപ്പൊ ഇതിനെയാണ് നമ്മൾ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത്. ചോദ്യം നോക്കണേ, ഏത് മിസൈലാണ്? എന്ത് ടെക്നോളജിയാണ്? എത്ര വാർഹെഡ് കൊണ്ടുപോകാൻ പറ്റും? വെയിറ്റ് എവിടം വരെ കൊണ്ടുപോകാൻ പറ്റും? ഇത് എത്രാമത്തെ കൺട്രിയാണ് ഈ MIRV മിസൈൽ പ്രൊസസ് ചെയ്യുന്നത്? ഇതൊക്കെ വേണമെങ്കിൽ എക്സാമിൽ ചോദിക്കാം. ദിസ് ഈസ് സംതിങ് റിഗാർഡിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി പറയാം. ഫൈൻ, ഗുഡ്. ഇനി അടുത്ത് നോക്കാം എന്താണ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ 2024 പാർലമെന്ററി ഇലക്ഷൻസ് അല്ലെ. അപ്പൊ 2024 പാർലമെന്ററി ഇലക്ഷൻസിന് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നു. അപ്പൊ ഇലക്ഷൻ കമ്മീഷണേഴ്സ് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ അവര് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. 3 പേരും ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് laid down by Election Commission of India to govern conduct of political parties and candidates in run-up to an election to ensure free and fair elections. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ പുതിയ സ്കീംസ് ഒന്നും ഇറക്കാൻ പറ്റത്തില്ല ഗവൺമെന്റ് അല്ലെ. പിന്നെ ജാതി, മതം, റിലീജിയൻ അതൊന്നും തേടി വോട്ട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ അത് ആ ഗൈഡ് ലൈൻസ് ആരാ കൊണ്ടുവരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി ഇലക്ഷൻ തീരുന്നവരെ, കൗണ്ടിങ് നടക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ആരോട് പെർമിഷൻ വാങ്ങിക്കണം? ഗവൺമെന്റിനും എല്ലാവരോടും ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ MCC is a set of guidelines laid down by Election Commission to govern conduct of political parties and candidates in run-up to an election to ensure free and fair elections. It is operational from the date the election schedule is announced till the date results are announced. അപ്പൊ എന്നോട്ടാണോ അനൗൺസ് ചെയ്തത് അപ്പൊ തുടങ്ങി കാണും 17 തൊട്ടല്ലേ, അന്ന് തൊട്ട് ഇതുവരെ. It is operational from the date the election schedule is announced till the date the results are announced. Okay. But the Election Commission of India announced the country could vote in 7 phases from April 19 to June 1st. അപ്പൊ 7 phase election ആണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇപ്പൊ 2ാമത്തെ ഫേസിലല്ല, 26 സംഭവം.
അതിനെപ്പറ്റിയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അനൗൺസ് ദാറ്റ് കൺട്രി വുഡ് വോട്ട് ഇൻ 7 phases ഫ്രം April 19 to June 1. അപ്പൊ ഒന്ന് വായിച്ചേ, എന്താണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, ആരാണ് കൊണ്ടുവരുന്നത്, അതിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്, എന്ന് തൊട്ട് എന്ന് വരെ ഇത് കാണും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എത്ര ഫേസിലാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, എന്നാ തുടങ്ങുന്നത് April 19, എന്നാ തീരുന്ന June 1. ക്ലിയർ അല്ലേ? അപ്പൊ എന്നാ കൗണ്ടിങ് നോക്കിയേ. അപ്പൊ റിസൾട്ട്സ് വിൽ ബി അനൗൺസ്ഡ് ഓൺ June 4th. Results will be announced on June 4th. അപ്പൊ MCC is not enforceable by law, but some provisions are enforceable through corresponding provisions in statutes like Representation of the People's Act 1951. ഇത് വെച്ചിട്ടാണ് ചില കാര്യങ്ങളൊക്കെ എൻഫോഴ്സിബിൾ ആവുന്നത്. അപ്പൊ റിസൾട്ട്സ് എന്നാ വരുന്നത്? June 4th വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ലിസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയ ഫേസസ്. ഫസ്റ്റ് ഫേസ് 19th April, രണ്ടാമത്തെ 26th April, അന്നാണ് കേരളം വോട്ട് ചെയ്യുന്നല്ലേ. തേർഡ് ഫേസ് 7th May, ഫോർത്ത് ഫേസ് 13th May, ഫിഫ്ത്ത് ഫേസ് 20th May, സിക്സ്ത് ഫേസ് 25th May, സെവൻത് ഫേസ് 1st June. കൗണ്ടിങ് എന്ന June 4th. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഈ ലോക്സഭയുടെ കാലാവധി തീരും. അതെന്നാ തീരുന്നതെന്ന് വെച്ചാൽ June 16 തീരും. അപ്പൊ അതിനു മുമ്പേ 18ാമത്തെ ലോക്സഭയുടെ ഇതിനു വേണ്ടിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഫേസ് 19th April, സെക്കൻഡ് ഫേസ് 26th April, തേർഡ് ഫേസ് 7th May, ഫോർത്ത് ഫേസ് 13th May, ഫിഫ്ത്ത് ഫേസ് 20th May, സിക്സ്ത് ഫേസ് 25th May, സെവൻത് ഫേസ് 1st June. കൗണ്ടിങ് ഓൺ June 4th. എന്നാ ഈ കാലാവധി എൻഡ് ചെയ്യുന്ന ഈ പ്രസന്റ് ഇപ്പൊ നടക്കുന്ന ലോക്സഭയുടെ June 16th എൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ദീസ് ആർ സംതിങ് റിഗാർഡിങ് ഇലക്ഷൻ, ദറ്റ് ഈസ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പുതിയ സ്കീംസോ അല്ലെങ്കിൽ ജാതിയുടെ മതത്തിലെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, നേരാവണ്ണം ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യുന്നില്ലെങ്കിൽ എല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഇടപെടും. ക്ലിയർ അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കും, റിപ്പോർട്ട് ചോദിക്കും, എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കും, ചിലപ്പോൾ അവര് ആക്ഷൻ എടുക്കും. അപ്പൊ അത് ഓർത്ത് വെച്ചോണേ. MCC മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഡൺ ബൈ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ അവർക്ക് ഏതെങ്കിലും ഓഫീസേഴ്സിനെ മാറ്റണോ, DGPനെ മാറ്റണോ, ഹോം സെക്രട്ടറിനെ മാറ്റണോ, എല്ലാം ഇവർക്ക് മാറ്റാനുള്ള അധികാരമുണ്ട്. ആർക്ക്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത് എതുവരെ നടക്കും വേണമെങ്കിൽ പറയാം, ഇലക്ഷന്റെ കൗണ്ടിങ് വരെ വേണമെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് ഫോം ആവുന്ന വേണമെങ്കിൽ വരെ ഇത് നടക്കാം. ക്ലിയർ? അപ്പൊ എന്തൊക്കെ ഇതുവരെ ഡിസ്കസ് ചെയ്ത്? അവാർഡ്സ് ഡിസ്കസ് ചെയ്തു, പിന്നെ പുതിയ ഇലക്ഷൻ കമ്മീഷണേഴ്സ് വന്നു, അത് ഡിസ്കസ് ചെയ്തു അല്ലെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു സംഭവം. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, അത് ഡിസ്കസ് ചെയ്തു. പിന്നെ പ്രൊജക്ട് ദിവ്യാസ്ത്ര, അഗ്രി 5 MIRV ടെക്നോളജി ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഇതാ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഡിസ്കസ് ചെയ്തു. അടുത്ത നോക്കാം നമുക്ക് എന്താണെന്ന്. ഓക്കെ, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. അപ്പൊ പീരിയഡ് എന്ന് വെച്ചാൽ 2023 to 2030 ആണ് പീരിയഡ് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഫ്രം 2023 to 2030. It is a program to incentivize the commercial production of green hydrogen and make India a net exporter of fuel. It is a program to incentivize the commercial production of green hydrogen and make India a net exporter of fuel. അപ്പൊ നമ്മൾ പല പല എനർജിക്ക് വേണ്ടി നോക്കുന്നുണ്ട്. നമുക്കറിയാം സോളാർ നമ്മൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ, തെർമൽ നോക്കുന്നുണ്ട്, വിൻഡ് നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ മിഷനിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പീരിയഡ് ഫ്രം 2023 to 2030. It is a program to incentivize the commercial production of green hydrogen and make India a net exporter of fuel. അപ്പൊ ഒബ്ജക്റ്റീവ് എന്താ? Objective is developing green hydrogen production capacity at least 5 MMT, million metric ton per annum, alongside adding renewable energy capacity of about 125 gigawatt in India by which year? By 2030. അതാണ് പറഞ്ഞിരിക്കുന്ന പീരിയഡ് from 2023 to 2030. അപ്പൊ ഒബ്ജക്റ്റീവ് is developing green hydrogen production capacity of at least 5 MMT, million metric ton per annum, alongside adding renewable energy capacity of about 125 gigawatt in India by 2030.
2030. ഇത് ഏത് മിനിസ്ട്രിക്കകത്താ വരുന്നത്? ഇറ്റ് കംസ് അണ്ടർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്ട്രി. ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ കാണും മിനിസ്ട്രി ഓർത്ത് വെച്ചോണെ, ഇറ്റ് കംസ് അണ്ടർ വിച്ച് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനു വേണ്ടി ഫണ്ട് വല്ലതും ഇറക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. ക്ലിയർ? ഇതിനു വേണ്ടി ഏതെങ്കിലും കൺട്രി ആയിട്ട് എന്തെങ്കിലും ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ പുതിയ റിഗാർഡിങ് എനർജി എന്ത് വന്നാലും ഇത് ഓർത്ത് വെച്ചോണെ, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതിൽ എന്തൊക്കെയാ? നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ഇതിനു വേണ്ടി ബജറ്റിൽ ഫണ്ട് അലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ പീരീഡ് എപ്പോഴാ? 2023 to 2030. എന്താണ്? ഇൻസെന്റിവൈസ് ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് മേക്ക് ഇന്ത്യ എ നെറ്റ് എക്സ്പോർട്ടർ ഓഫ് വാട്ട്? ഫ്യൂൽ. ഒബ്ജക്റ്റീവ് എന്താ? അറ്റ്ലീസ്റ്റ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എതുവരെ ആക്കണം? സംഭവം 5 MMT per annum, അല്ലെ? കപ്പാസിറ്റി ഓഫ് അബൌട്ട് 125 gigawatt. ബൈ വിച്ച് ഇയർ? ബൈ 2030. ഏത് മിനിസ്ട്രിക്കകത്താ വരുന്നത്? ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്ട്രി. ഇറ്റ് കംസ് അണ്ടർ ദി ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്ട്രി. ഇതാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ക്ലിയർ? ഫൈൻ. അടുത്ത നോക്കാം. ഇതൊരു വേദിക് ക്ലോക്ക് ആണ്. വേൾഡിന്റെ ഫസ്റ്റ് വേദിക് ക്ലോക്ക്. അപ്പൊ വേൾഡ്സ് ഫസ്റ്റ് വേദിക് ക്ലോക്ക് പേരാണ് വിക്രമാദിത്യ വേദിക് ക്ലോക്ക്, which is based on Indian Panchang calculations, was inaugurated. The world's first Vedic clock, that is Vikramaditya Vedic clock, which is based on Indian Panchang calculations, was inaugurated. ഇങ്ങനെയായിരിക്കും കാണും ന്യൂസ് പേപ്പറിൽ. അപ്പൊ എവിടെയാണ് വന്നത്? ദ ക്ലോക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഉജ്ജയിൻ, ഇൻ ജന്തർ മന്തർ. അപ്പൊ എവിടെയാണ് ഉജ്ജയിൻ? ദാറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ്. അപ്പൊ ദ ക്ലോക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഉജ്ജയിൻ. ഉജ്ജയിനിൽ എവിടെയാണ്? ജന്തർ മന്തർ, അല്ലെ? നമ്മൾ ജന്തർ മന്തർ ജയ്പൂരിലും കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇതെവിടെയാണ്? ഉജ്ജയിനിലാണ്. അപ്പൊ ദ ക്ലോക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഉജ്ജയിൻ ഇൻ ജന്തർ മന്തർ, ദാറ്റ് ഈസ് മധ്യപ്രദേശ്. അപ്പൊ ജന്തർ മന്തർ ശരിക്കും പറഞ്ഞാൽ വാസ് ബിൽറ്റ് ഇൻ 5 cities. ഏതൊക്കെയാണ്? ഡൽഹി, മഥുര, വാരാണസി, ജയ്പൂർ, ഉജ്ജയിൻ. അപ്പൊ ഡൽഹിയിലുണ്ട്, യു പിയിൽ എവിടെയാ ഉള്ളത്? രണ്ടിടത്തുണ്ട്, മഥുര ആൻഡ് വാരാണസി. രാജസ്ഥാനിലുണ്ട് ജയ്പൂർ, പിന്നെ മധ്യപ്രദേശ് ഉജ്ജയിനിലുണ്ട്. ഇതെവിടെയായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? ഉജ്ജയിനാണ്. അപ്പൊ ഉജ്ജയിൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ പ്രിസൈസ് പോയിന്റ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് സീറോ മെറീഡിയൻ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ശരിയാണ്, മധ്യപ്രദേശിൽ കൂടെയാണ് ട്രോപ്പിക് ക്യാൻസർ പാസ് ചെയ്യുന്നത്. അപ്പൊ ഉജ്ജയിൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി പ്രിസൈസ് പോയിന്റ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് സീറോ മെറീഡിയൻ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പൊ വേൾഡ്സിന്റെ ഫസ്റ്റ് ആയതുകൊണ്ടാണ്, ലോകത്തെ ആദ്യത്തെ വേദിക് ക്ലോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത് സംഭവം. അപ്പൊ ഫസ്റ്റ് വേദിക് ക്ലോക്കിന്റെ പേരെന്താ? വിക്രമാദിത്യ വേദിക് ക്ലോക്ക്, ബേസ്ഡ് ഓൺ വാട്ട്? ഇന്ത്യൻ പഞ്ചാംഗ്. എവിടെയാണ്? ഉജ്ജയിനിലാണ്. ഉജ്ജയിന്റെ ജന്തർ മന്തർ മധ്യപ്രദേശാണ്. അപ്പൊ ജന്തർ മന്തർ എവിടെയൊക്കെ ഉണ്ട്? ഡൽഹിയിലുണ്ട്, യു പിയിൽ രണ്ടിടത്തുണ്ട്, മഥുര, പിന്നെ വാരാണസി, പിന്നെ ഉജ്ജയിൻ ഉണ്ട്, പിന്നെ ജയ്പൂർ ഉണ്ട്. വൈ ഉജ്ജയിൻ? എന്തുകൊണ്ടാണ് ഉജ്ജയിൻ തേടിയെടുത്തത്? Ujjain is located at the precise point of interaction with zero meridian and tropic of cancer. അതുകൊണ്ടാണ് സംഭവം. പണ്ടും ഇങ്ങനെയായിരുന്നു. പഴയ കാലത്ത് അവർ പറയുന്നത് നമ്മുടെ ഒബ്സർവേറ്ററിക്കൊക്കെ വേണ്ടി ഉജ്ജയിൻ ആയിരുന്നു മെയിൻ പ്ലേസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്സ് ആയി? ഒരു അവാർഡ് പഠിച്ചു, അല്ലെ? ഓസ്കാർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇലക്ഷൻ കമ്മീഷൻ 2 പഠിച്ചു. അപ്പോയിന്റ് ചെയ്ത ആൾക്കാരെ പറ്റി പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചു. അപ്പോഴാണ് മനസ്സിലായി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. 7 phase ഇലക്ഷൻ ആണ്. ജൂൺ 4 കൗണ്ടിങ് ആണ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നത് പഠിച്ചു. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നെ അഗ്നി 5 മിസൈൽ എന്നൊക്കെ പറഞ്ഞു. DRDO പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? മിഷൻ ദിവ്യാസ്ത്ര പഠിച്ചു. MIRV ടെക്നോളജി കാരണം പഠിച്ചു. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി. റീജിയണൽ റൂറൽ ബാങ്ക്സ് നമ്മൾ നോക്കി. ഇപ്പൊ നമ്മൾ എന്താ നോക്കിയേ? വേൾഡ്സ് ഫസ്റ്റ് വേദിക് ക്ലോക്ക് നോക്കി, അല്ലേ? വിക്രമാദിത്യ വേദിക് ക്ലോക്ക്. ഒരെണ്ണം കൂടെ പഠിച്ചില്ലേ? നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. Now comes our last topic, the space centers in India. ഈ ISRO കുറെ വട്ടം ന്യൂസിൽ കേൾക്കാറുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കും ISRO എന്നാ വന്നേ? 1969 വന്നേ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും, അല്ലെ? ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബംഗളൂരു ആണ്, അല്ലെ? ഇതൊക്കെ പണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ISRO വന്ന 1969 ബാംഗ്ലൂർ ആണ്. എവിടുന്ന ലോഞ്ച് ചെയ്യുന്ന? 2 ലോഞ്ച് സ്റ്റേഷൻ ഉണ്ട് ഇപ്പൊ, അല്ലെ? ഒന്ന് ഇതാ സതീഷ് ധവൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, പിന്നെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്, തൂത്തുക്കുടിയിലുണ്ട് സംഭവം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സംഭവം. ഇത് ഏത് മിനിസ്ട്രിക്കകത്താ വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്പേസിനകത്താ വരുന്നത്. ആരാ മിനിസ്റ്റർ? പ്രൈം മിനിസ്റ്റർ ആണ് മിനിസ്ട്രി ഓഫ് സ്പേസിനകത്ത്, എന്താ പറയുക, സ്പേസ് മിനിസ്റ്റർ. അതും അല്ലാതെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ബട്ട് ടോപ്പിക്കിന്റെ പേരെന്താ? സ്പേസ് റിസർച്ച് സെന്റേഴ്സ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ ആദ്യം നോക്കിയാൽ ഈസിയാണ്. ഏതാണ്? ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്
ബംഗളൂരു. ശരി, അതാരും ചോദിക്കത്തില്ല. ബട്ട് അടുത്ത കണ്ടോ, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, അതെവിടെയാ? അതും ബംഗളൂരു. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, ദാറ്റ് ഇസ് ഇൻ ബംഗളൂരു. അടുത്ത ആന്ത്രിക്സ് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ISROന്റെ പ്രൈവറ്റ് വിങ്, അതും എവിടെയാ? ബംഗളൂരു. അപ്പൊ ISRO ഹെഡ്ക്വാർട്ടേഴ്സ്, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, ആന്ത്രിക്സ് കോർപ്പറേഷൻ എല്ലാം ബാംഗ്ലൂരാണ്. പിന്നെ ഓൾറെഡി ഉണ്ട് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതെവിടെയാ? തുമ്പ, ദാറ്റ് ഈസ് ട്രിവാൻഡ്രം. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, IISST. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആയിരുന്നെങ്കിൽ അത് ബാംഗ്ലൂർ ആയിരുന്നു. ബട്ട് ഇതെന്താ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ദാറ്റ് ഈസ് ഇൻ ട്രിവാൻഡ്രം. ഇതൊക്കെ സ്പേസ് റിസർച്ച് സെന്റേഴ്സ് ഇൻ ഇന്ത്യയാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ്? 3 ബാംഗ്ലൂർ, ISRO, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, ആന്ത്രിക്സ് കോർപ്പറേഷൻ. ട്രിവാൻഡ്രത്ത് എന്താ പഠിച്ചത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി, ദാറ്റ് ഈസ് ഇൻ ട്രിവാൻഡ്രം. അതുപോലെ ഇനി വേറെ വല്ലതും ഉണ്ടോ? നമുക്ക് നോക്കാം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ട്രിവാൻഡ്രം, നമ്മൾ ഓൾറെഡി പഠിച്ചു. അടുത്ത കണ്ടോ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, ദാറ്റ് ഇസ് ഇൻ ഹൈദരാബാദ്. അടുത്ത സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ, ആരാ സ്പേസ് മിനിസ്റ്റർ? നരേന്ദ്രമോദിയാണ്. അപ്പൊ നരേന്ദ്രമോദി സ്പേസ് സ്റ്റേറ്റിലാണ് ഇതുള്ളതെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ എവിടെയാണ്? ദാറ്റ് ഇസ് ഇൻ ഗുജറാത്തിൽ. എവിടെയാ? അഹമ്മദാബാദ്. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ കണ്ടോ, നോർത്ത് ഈസ്റ്റേൺ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ. അപ്പൊ നോർത്ത് ഈസ്റ്റില് ഏതോ ഒരു സ്റ്റേറ്റിലാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ മഴ എവിടെയാണ് കിട്ടുന്നത്? മേഘാലയയിലാണ്. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ എവിടെയാണ്? ദാറ്റ് ഇസ് ഇൻ ഷിലോങ്. ഇത് ഞാനൊരു എക്സാമിൽ കണ്ടിട്ടുണ്ട്. സ്പേസ് അപ്ലിക്കേഷൻ സെന്ററും നോർത്ത് ഈസ്റ്റേൺ സ്പേസ് അപ്ലിക്കേഷൻ സെന്ററും. അടുത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്, ഒരെണ്ണം ഓൾറെഡി പഠിച്ചു. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ പഠിച്ചു, അതെവിടെയാ? ഹൈദരാബാദ്. ബട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എവിടെയാണ്? ദാറ്റ് ഇസ് ഇൻ ദെഹ്റാദൂൻ. എവിടെയാണ്? ദെഹ്റാദൂൻ, ഉത്തരാഖണ്ഡ്. അപ്പൊ ISROs എന്താ പറയാ, നമ്മൾ PSLV, GSLV ഒക്കെ പഠിക്കുമ്പോൾ ഇതും കൂടെ ഓർത്ത് വെച്ചോണേ. നൈസായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയും ചോദിക്കാം. നോർത്ത് ഈസ്റ്റേൺ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ ഷിലോങ്ങിലാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് റിമോട്ട് സെൻസിങ് വന്നിട്ട് ദെഹ്റാദൂനിലാണ്. അതുപോലെ ഒരെണ്ണം കൂടെ കണ്ടോ, സെമി കണ്ടക്ടർ ലാബോറട്ടറി, അതെവിടെയാ? ചണ്ഡീഗഡ്. സെമി കണ്ടക്ടർ ലാബോറട്ടറി, ചണ്ഡീഗഡ്. അപ്പൊ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ എന്തൊക്കെയാ പഠിച്ചത്? കുറച്ച് ബാംഗ്ലൂർ പഠിച്ചു, ഒന്ന് ട്രിവാൻഡ്രം പഠിച്ചു. പിന്നെ ഇവിടെ ഒരെണ്ണം കൂടെ പഠിച്ചു, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ട്രിവാൻഡ്രം. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ, ഹൈദരാബാദ്. സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ, അഹമ്മദാബാദ്. നോർത്ത് ഈസ്റ്റേൺ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ, ഷിലോങ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്, ദെഹ്റാദൂൻ. ഓക്കെ. പിന്നെ സെമി കണ്ടക്ടർ ലാബോറട്ടറി, ഇത് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചു കാണത്തില്ല. സെമി കണ്ടക്ടർ ലാബോറട്ടറി എവിടെയാണ്? ദാറ്റ് ഇസ് ഇൻ ചണ്ഡീഗഡ്. അപ്പോൾ റിഗാർഡിംഗ് സ്പേസ് പഠിച്ചു ഇന്ന് അല്ലെ. DRDO പഠിച്ചു, മിഷൻ വിദ്യാസ്. അവാർഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവാർഡ് പഠിച്ചു, ദാറ്റ് ഇസ് ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ അക്കാഡമി അവാർഡ്സ് 96. ഇലക്ഷന്റെ സമയമാണ്, അപ്പൊ ഇലക്ഷൻ കമ്മീഷണേഴ്സ് പഠിച്ചു, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് പഠിച്ചു ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നു, 7 phase ഇലക്ഷൻ ആണ്, വോട്ടിംഗ്, അത് പഠിച്ചു സംഭവം ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ എനർജി റിഗാർഡിംഗ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പഠിച്ചു നമ്മൾ, ക്ലിയർ അല്ലേ. പിന്നെ ബാങ്കിങ് റിഗാർഡിംഗ് ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ ഏതോ ബാങ്കിന്, അപ്പൊ റീജിയണൽ റൂറൽ ബാങ്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഏതാണ്? റീജിയണൽ റൂറൽ ബാങ്ക്. പിന്നെ ലോകത്തെ ആദ്യത്തെ വേദിക് ക്ലോക്ക്, വിക്രമാദിത്യ വേദിക് ക്ലോക്ക് ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറഞ്ഞു പഠിച്ചു. അതെവിടെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പഠിച്ചു നമ്മൾ? ഉജ്ജയിനിലാണ്, ജന്തർ മന്തർ. ബട്ട് 5 ഇടത്തുണ്ട് ജന്തർ മന്തർ. ജയ്പൂരിലുണ്ട്, ഡൽഹിയിലുണ്ട്, 2 ഇടത്ത് പിന്നെ ഉണ്ട്, എന്താ, മഥുര, ഉത്തർപ്രദേശ്, വാരാണസി. പിന്നെ ഒരിടത്ത് ഏതാ നമ്മൾ പഠിച്ചത്? ദാറ്റ് ഈസ് ഉജ്ജയിൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. അപ്പൊ വീണ്ടും പുതിയ ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സിനുമായിട്ട് നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം. ഓക്കെ, എല്ലാവരും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.